സെക്ഷൻ 10 കാര്യങ്ങളൊക്കെ ഏകദേശം അവസാനിച്ചു. അതിൽ എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനിയും ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ളത് നമുക്ക് അസൈൻമെൻ്റായിട്ട് ഞാൻ തരാം. ഓക്കെ. സോ ഇനി സിലബസിലുള്ളത് സെക്ഷൻ 11 അല്ല സിലബസിലുള്ളത്. ഇനി സിലബസിലുള്ളത് ഹോമോമോർഫിസം സെക്ഷനാണ് സിലബസിലുള്ളത്. പക്ഷേ സെക്ഷൻ 11 കുറച്ച് റിസൾട്ട്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ. ജസ്റ്റ് ഒരു ഈ അബീലിയൻ ഗ്രൂപ്പ്സിനെ കുറിച്ച് ചെറുതായ ഒരു ഐഡിയ കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. സോ ഔട്ട് ഓഫ് ദി സിലബസ് ആണ്, പക്ഷേ നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ എൻട്രൻസ് എക്സാമുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഇത് യൂസ്ഫുള്ളാണ്. ഞാൻ ഇടയ്ക്ക് ഇത് പറഞ്ഞു പോയിട്ടുണ്ട് ചിലതിലൊക്കെ, എങ്കിലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഈ കാര്യങ്ങൾ പറയാം. ഓക്കെ. സോ ഇതാണ് ഹെഡിങ്, ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് അബീലിയൻ ഗ്രൂപ്പ്സ്. ഓക്കെ. നമുക്ക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അറിയാം അല്ലേ? എന്താ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്? എ ക്രോസ് ബി എന്ന് എഴുതും അല്ലേ? എ ക്രോസ് ബി എന്ന് എഴുതുമ്പോൾ എന്താ ചെയ്യുക? റെപ്രസെൻറ്റ് ചെയ്യുക നമ്മൾ S1 ക്രോസ് S2. ഇവിടെ നോക്കുക, എന്താ S1 S2 Sn സെറ്റ് ആണെങ്കിൽ എങ്ങനെ എഴുതുക? S1 ക്രോസ് S2 ക്രോസ് Sn അല്ലേ? അതിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാവുക? S1ലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം ഇൻറ്റു S2ലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ എണ്ണം ഇൻറ്റു എക്സെട്ര Sn നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ എണ്ണം ഗുണിച്ച പ്രൊഡക്റ്റ് കിട്ടും. ഇതിൽ ഓരോരുത്തർ എഴുതാൻ പറ്റുന്ന എങ്ങനെ ഒരു ടപ്പിളായിട്ട് എഴുതും അല്ലെ? N ടപ്പിൾ, A1 ഫസ്റ്റ്, രണ്ടാമത്തെ എൻട്രി A2 എക്സെട്ര AN ആയിട്ട്. നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ എടുക്കുന്ന S1 S2 Sn എല്ലാം ഗ്രൂപ്പുകളായി എടുക്കുകയാണെങ്കിൽ, G1 ക്രോസ് G2 ക്രോസ് എക്സെട്ര GN ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന പറയുന്നത്? അതും ഒരു ഗ്രൂപ്പായിരിക്കുന്ന പറയുന്നത്. ഓക്കെ. നമ്മൾ സെറ്റിൻ്റെ കേസുകളിലൊക്കെ പഠിക്കുമ്പോൾ A എന്ന് പറഞ്ഞ സെറ്റ് പഠിച്ചു, B എന്ന് പറഞ്ഞ സെറ്റ് പഠിച്ചു. പുതിയൊരു സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? A ക്രോസ് B ചെയ്തു അല്ലേ? സിമിലിയർലി G1 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് പഠിച്ചു, G2 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് പഠിച്ചു. നമ്മൾ A എന്ന് പറഞ്ഞ സെറ്റും B എന്ന് പറഞ്ഞ സെറ്റും രണ്ട് ഡിഫറൻ്റായ ആൾക്കാരുണ്ടെങ്കിലും A ക്രോസ് B ചെയ്തപ്പോൾ ഒരു പുതിയ സെറ്റ് കിട്ടി അല്ലേ? സിമിലിയർലി G1 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എടുക്കുക ആൻഡ് G2 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എടുക്കുക. സോ G1 ക്രോസ് G2 എന്ന് പറയുന്ന ഒരു പുതിയ ഗ്രൂപ്പ് എടുക്കാം. G1 ക്രോസ് G2 മാത്രമല്ല, G1 ക്രോസ് G2 ക്രോസ് G3 ക്രോസ് എക്സെട്ര നിങ്ങൾക്ക് ഫൈനൈറ്റ് ആയിട്ട് എത്ര വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. നമുക്കിനി അറിയേണ്ടത്, അപ്പോൾ G1 ക്രോസ് G2 ആണ് എടുക്കണമെങ്കിൽ അതിനകത്ത് എനിക്ക് എങ്ങനെ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയണം അല്ലേ? G1 ക്രോസ് G2 ഒരു എലമെൻറ്റ് എങ്ങനെ ഇരിക്കുക? G1 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വിത്ത് സ്റ്റാർ ഓപ്പറേഷൻ ആണെങ്കിലും G2 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വിത്ത് സ്റ്റാർ ഡാഷ് ഓപ്പറേഷൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ G1 ഇതിനകത്തുള്ള ഇതിനകത്ത് എലമെൻറ്റ്സ് എങ്ങനെ ഇരിക്കുക? സം A, B എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ A എടുത്ത G1ത്തെ, B എവിടുത്തെ G2ലെ അല്ലേ? ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോവാണ് A, B. നമ്മളൊരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യണം ഇവിടെ G1 ക്രോസ് G2ൽ അല്ലേ? സ്റ്റാർ ഡബിൾ ഡാഷ് C, D. അപ്പോൾ C ഉണ്ട് എവിടുത്തെ? C എന്ന് പറയണത് G1ത്തെ, D എന്ന് പറയണത് G2ത്തെ. നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, A എന്ന് പറഞ്ഞ എലമെൻറ്റ് G1ലെയാണ്, C എന്ന് പറഞ്ഞ എലമെൻറ്റും G1ലെയാണ്. അപ്പോൾ G1ലെ ഓപ്പറേഷനാണ് എയും സിയും തമ്മിൽ ചെയ്യാൻ പറ്റുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻട്രി ഇത് ഓപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ പോകുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് A സ്റ്റാർ C ഫസ്റ്റ് എലമെൻറ്റും, സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് Bയും Dയും എടുത്ത G2ലെയാണ് അല്ലേ? ദാറ്റ് മീൻസ് G2ലെ ഓപ്പറേഷൻ എന്താ? അപ്പോൾ സ്റ്റാർ ഡാഷ് ആണ് അല്ലേ? എന്ന് വെച്ചാൽ അപ്പം എന്ത് ചെയ്യുക? B സ്റ്റാർ ഡാഷ് D ചെയ്യുക. അപ്പോൾ കിട്ടാൻ പോകുന്ന എലമെൻറ്റിനെ കുറിച്ച് ആലോചിക്കുക. A സ്റ്റാർ C വീണ്ടും എവിടെ തന്നെ ഉണ്ടാവും? G1 തന്നെ ഉണ്ടാവും അല്ലേ? കാരണം എന്താ? എയും സിയും G1ലെ എലമെൻറ്റ്സ് ആണ്, അതൊരു ഗ്രൂപ്പാണ്. അപ്പോൾ A സ്റ്റാർ C ചെയ്താലും വീണ്ടും എവിടെ തന്നെ ഉണ്ടാവും? G1 തന്നെ ഉണ്ടാവും. സിമിലിയർലി Bയും Dയും എവിടെയുള്ള എലമെൻറ്റാണ്? G2ലെ എലമെൻറ്റാണ്. അപ്പോൾ B സ്റ്റാർ ഡാഷ് D ചെയ്താൽ എന്ത് കിട്ടും എനിക്ക്? വീണ്ടും G2ലെ എലമെൻറ്റിന് കിട്ടും. ദാറ്റ് മീൻസ് എനിക്ക് കിട്ടിയിട്ടുള്ള പുതിയ എലമെൻറ്റ് A സ്റ്റാർ C, B സ്റ്റാർ ഡാഷ് D എന്ന് പറയുന്നത് എവിടെ തന്നെ ഉണ്ടാവും? G1 ക്രോസ് G2ൽ തന്നെ ഉണ്ടാവും. ഓക്കെ. ഇനി അപ്പോൾ നമ്മളെന്തായി? നമ്മുടെ ഗ്രൂപ്പ് ആവാൻ വേണ്ട ക്ലോഷർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്തു അല്ലേ? അടുത്ത പ്രോപ്പർട്ടി എന്താ? അടുത്ത വേണ്ടത് അസോസിയേറ്റിവിറ്റിയാണ് അല്ലേ? അസോസിയേറ്റിവിറ്റി ഓട്ടോമാറ്റിക്കലി വരും. എന്തുകൊണ്ടാണ്? നമ്മളെടുക്കാൻ പോണതൊരു A, B സ്റ്റാർ ഡബിൾ ഡാഷ് C, D ഡബിൾ ഡാഷ് E, F ആണ് എടുക്കാൻ പോണത് അല്ലേ?
പക്ഷേ എയും സിയും ഇയും തമ്മിൽ എവിടുത്തെ എലമെൻറ്റാണ്, G1 എലമെൻ്റാണ്. അവർ തമ്മിൽ പരസ്പരം എന്തുണ്ട്, ഒരു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കലി ആൾറെഡി ഉണ്ട്. അതേപോലെ ബിയും ഡിയും എഫും എവിടുത്തെ എലമെൻറ്റാണ്, G2 എലമെൻറ്റ്സ് ആണ്. അവർ തമ്മിൽ എന്തുണ്ട്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നമ്മുടെ സ്റ്റാർ ഡാഷ് എന്ന് പറഞ്ഞ ആളെന്തായി മാറും, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. ഓക്കെ, അടുത്തെന്താ വേണ്ടേ, ഐഡൻറ്റിറ്റി എലമെൻറ്റ് അല്ലേ. ദാറ്റ് മീൻസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എങ്ങനെ ഇരിക്കാൻ പറ്റും, ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെങ്കിൽ എന്ത് വേണം, A,Bനോട് ഒരു C,D സ്റ്റാർ ഡബിൾ ഡാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം നിങ്ങൾക്ക്, വീണ്ടും A,B കിട്ടണം. പക്ഷേ ഓപ്പറേഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ ശരിക്കുള്ള ഡെഫിനിഷൻ പ്രകാരം ഇതാരാ, A സ്റ്റാർ C, B സ്റ്റാർ ഡാഷ് D ആണ്. ഈക്വൽ ടു A,B വരണമെങ്കിൽ ഈ C എന്ന് പറയണത് എനോട് ചെയ്യുമ്പോൾ എ വരുന്ന ആളായിരിക്കണം. എന്ന് വെച്ചാൽ ആരാ, സി എന്ന് പറയുന്നത് G1 ഐഡൻറ്റിറ്റി ഇ ആയിരിക്കും അല്ലേ. ഇവിടെ ബി സ്റ്റാർ ഡാഷ് ഡി, ബി വരണമെങ്കിൽ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കണം, G2 ഐഡൻറ്റിറ്റി ആയിരിക്കണം അല്ലേ. ദാറ്റ് മീൻസ് ഇ ഡാഷ്. അപ്പോൾ നമ്മുടെ ആരാ, നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് G1 ക്രോസ് G2 G1 ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ ഫിക്സ് ചെയ്യുക, G2 ഐഡൻറ്റിറ്റിനെ അടുത്ത പെയറിൽ കൊടുക്കുക. സോ ഇ ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ G1 ക്രോസ് G2 ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇനി സിമിലർലി ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്താ ചെയ്യുക, A,Bയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ, സ്റ്റാർ ഡബിൾ ഡാഷ് പ്രകാരം കിട്ടുക. എയുടെ ഇൻവേഴ്സ് എവിടത്തെ എടുക്കുക, എയുടെ ഇൻവേഴ്സ് G1 എടുക്കുക. കാരണം G1 ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് എക്ക് ഇൻവേഴ്സ് എവിടെയുണ്ട്, G1 ഉണ്ട് അല്ലേ. ദാറ്റ് മീൻസ് അപ്പോൾ ആരെ എടുക്കാം, എയുടെ ഇൻവേഴ്സിന് എടുക്കാം. സിമിലർലി ബി എന്ന് പറഞ്ഞാൽ G2 എലമെൻ്റ് ആണ്. അപ്പോൾ ബിക്ക് എന്തുണ്ടാവും, അവിടെ ഇൻവേഴ്സ് ഉണ്ടാവും അല്ലേ. ദാറ്റ് മീൻസ് അപ്പോൾ ബി ഇൻവേഴ്സ് എടുക്കാം. രണ്ടും കൂടി ചെയ്തെന്ന് കിട്ടും ഓട്ടോമാറ്റിക്കലി. ഇതെന്ന് പറഞ്ഞാൽ എന്താ, എക്സാക്ട്ലി എന്തിനായിരിക്കും, ഇ ഡാഷിനായിരിക്കും. ദാറ്റ് മീൻസ് അപ്പോൾ എന്തുണ്ട്, നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി അസോസിയേറ്റീവ് ക്ലോസർ പ്രോപ്പർട്ടി ഉണ്ട്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻവേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് G1 ക്രോസ് G2 ഈസ് അഗെയിൻ എ ഗ്രൂപ്പ്. അപ്പോൾ സിമിലർലി G1 ക്രോസ് G2 അല്ല, G1 ക്രോസ് G2 ക്രോസ് G3 ക്രോസ് എക്സെട്രാ എത്ര ചെയ്താൽ എന്ത് ഫോം ചെയ്തൊരു ഗ്രൂപ്പായിരിക്കും. ഓക്കെ, നമ്മളിതാണ് പറയുന്നത് ഇവിടെ എന്ത്, നമ്മുടെ G1 ക്രോസ് G2 ക്രോസ് എക്സെട്രാ പ്രൊഡക്റ്റ് GI എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രൂപ്പായിരിക്കും. അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് ഡീറ്റെയിലായി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ നമ്മൾ കാര്യം മനസ്സിലാക്കുക, ഞാൻ പ്രൂവ് ചെയ്ത് ഞാൻ പറഞ്ഞു ഓൾറെഡി 2 എലമെൻറ്റ്സിനെ എടുത്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എല്ലാം. അവർ ഡീറ്റെയിലായി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ മാത്രം വായിച്ചാൽ മതി, ഒരു വിരോധമില്ല. ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക, G1 ക്രോസ് G2 ഗ്രൂപ്പാക്കി മാറ്റാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് കോർഡിനേറ്റിൽ G1 ഓപ്പറേഷൻ ചെയ്യുക, സെക്കൻഡ് കോർഡിനേറ്റിൽ G2 ഓപ്പറേഷൻ ചെയ്യുക. അങ്ങനെ എത്ര കോർഡിനേറ്റ് കൊണ്ടുപോകുന്നോ ഓരോ കോർഡിനേറ്റിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രൂപ്പിലെ ഓപ്പറേഷൻ ചെയ്താൽ കറസ്പോണ്ടിങ് ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് യൂസ് ചെയ്യുക, കറസ്പോണ്ടിങ് ഗ്രൂപ്പിലെ എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് യൂസ് ചെയ്താൽ ഗ്രൂപ്പാക്കി മാറ്റാൻ പറ്റും. ഒരു വെറുതെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നു. Z2 ക്രോസ് Z3, Z2 ക്രോസ് Z3 Z2 ഫസ്റ്റ് സ്ഥലത്ത് അല്ലേ, Z2 എത്ര എലമെൻറ്റ്സ് ഉള്ള 2 എലമെൻറ്റ്സ്, അടുത്ത Z3 എത്ര എലമെൻറ്റ്സ് ഉള്ള 3 എലമെൻറ്റ്സ്. സോ ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും, 6 എലമെൻറ്റ്സ് അല്ലേ. A ക്രോസ് ബിയിലെ എയിലെ എത്ര എലമെൻറ്റ് ഉണ്ടോ ബിയിലെ എത്ര എലമെൻറ്റ് പ്രൊഡക്റ്റാണ് എന്ത്, A ക്രോസ് ബിയിലെ എലമെൻ്റ് എണ്ണം വരിക. ഓക്കെ, ദാറ്റ് മീൻസ് അപ്പോൾ എലമെൻ്റ് ആയിരിക്കും 0 0 0 1 0 2 1 0 1 1 1 2. Z2 ക്രോസ് Z3 സൈക്ലിക് ആണെന്നാണ് നമ്മൾ പറയണത്. സൈക്ലിക് ആവാൻ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ZM ക്രോസ് ZN സൈക്ലിക് എപ്പോഴാവുക, M,N GCD 1 ആവുമ്പോൾ. അതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എക്സാക്ട്ലി. സോ ഇവിടെ എലമെൻ്റൊക്കെ വെച്ച് വെറുതെ ഒന്ന് കാണിക്കണം നമ്മളെ. Z3 ക്രോസ് Z3 സൈക്ലിക് അല്ല എന്ന് കാണിക്കണം. സോ ഒരു തിയറം പറയുന്നു, തിയറത്തിന് പ്രൂഫ് തൽക്കാലം അറിഞ്ഞിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, പ്രൂഫ് വളരെ സിമ്പിളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എങ്കിലും ജസ്റ്റ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്കിലും മനസ്സിലാക്കി വയ്ക്കുക. എന്താ ചെയ്യണത്, ZM ക്രോസ് ZN ഈ സൈക്ലിക് ആൻഡ് ഈസ് ഐസോമോർഫിക് ടു ZMN ഇഫ് M and N ആർ റിലേറ്റീവ്ലി പ്രൈം. ഞാൻ ആൾറെഡി എവിടെയോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണം. അടുത്ത് പറയാൻ പോണത് ഓർഡറിനെ കുറിച്ചാണ്. എലമെൻറ്റിൻ്റെ ഓർഡർ, ഒരു എലമെൻറ്റ്
ഇങ്ങനെ ഇരിക്കുന്നത് A1 A2 എക്സെട്ര AN എലമെൻ്റ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും ഓർഡർ നോക്കുക, ആ ഓർഡറിൻ്റെ എല്ലാം കൂടി എന്തെടുക്കുക, LCM എടുക്കുക. ഓക്കെ, അതായത് എന്താ പറഞ്ഞത്, ഇപ്പം ഞാൻ എടുക്കണത് ഒരു സെറ്റ് 5 ക്രോസ് സെറ്റ് 6 ക്രോസ് സെറ്റ് 8 ആണെങ്കിൽ വിത്ത് സെറ്റ് 5-ലെ 2, സെറ്റ് 6-ലെ ഒരു 3, സെറ്റ് 8-ലെ ഒരു 4 എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓർഡർ എന്ന് പറയണത് ആദ്യം നോക്കുക സെറ്റ് 5-ൽ 2-ൻ്റെ ഓർഡർ നോക്കുക. സെറ്റ് 5-ൽ 2-ൻ്റെ ഓർഡർ എത്രയാണ്? 5 ആണ്. ഇനി സെറ്റ് 6-ൽ 3-യുടെ ഓർഡർ നോക്കുക, എത്രയാണ്? 2 ആണ്. സെറ്റ് 8-ൽ 7-ൻ്റെ ഓർഡർ നോക്കുക, 2 ആണ്. ഇതിനെന്തെടുക്കുക? LCM എടുക്കുക. എന്താ? 5-ൻ്റെയും 2-ൻ്റെയും LCM എത്രയാണ്? 10 അല്ലേ? അപ്പോൾ 10 ആയിരിക്കും എന്ത്, ഈ എലമെൻറ്റിൻ്റെ ഓർഡർ. ഓക്കെ, സോ ഇതുപോലെ നിങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെ G1 ക്രോസ് G2 ക്രോസ് G3 എക്സെട്ര തരികയാണെങ്കിൽ A,B,C-യുടെ ഓർഡർ എന്ന് പറയുന്നത് എന്താ? ഓർഡർ ഓഫ് A, ഓർഡർ ഓഫ് B, ഓർഡർ ഓഫ് C സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എന്തെടുക്കുക? LCM എടുത്താൽ മതി. ഓക്കെ, ഫൈൻഡ് ദ ഓർഡർ ഓഫ് 8, 4, 10 ഇൻ സെറ്റ് 12 ക്രോസ് സെറ്റ് 60 ക്രോസ് സെറ്റ് 24. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? 8-ൻ്റെ ഓർഡർ സെറ്റ് 12-ൽ കണ്ടുപിടിച്ചു, 4-ൻ്റെ ഓർഡർ സെറ്റ് 60-ൽ കണ്ടുപിടിച്ചു, 10-ൻ്റെ ഓർഡർ സെറ്റ് 24-ൽ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൻ്റെ എല്ലാം കൂടി എന്തെടുത്തു? LCM എടുത്തു. ഓക്കെ, ഇനി നമ്മളെടുക്കണം G1 ക്രോസ് G2. G1 എപ്പോഴും ഫൈനൈറ്റ്, G2 എപ്പോഴും ഫൈനൈറ്റ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. G1 ഇൻഫൈനൈറ്റ് ആയിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല, G1 ഗ്രൂപ്പ് ആവണമെന്നേ ഉള്ളൂ. സോ നമുക്ക് ഇങ്ങനത്തെ ഗ്രൂപ്പ് ഉണ്ടാക്കാം. എന്ത്? Z ക്രോസ് Z2, Z ക്രോസ് Z, Z ക്രോസ് Z ഒക്കെ ഉണ്ടാക്കാം, ഒരു വിരോധമില്ല. നമ്മൾ പറയാൻ പോകുന്നത് ഫൈനൈറ്റ് ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഓക്കെ, അബീലിയൻ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. എവറി ഫൈനൈറ്റ് ജനറേറ്റഡ് അബീലിയൻ ഗ്രൂപ്പ് G is isomorphic to the direct product of cycle of groups in the form set P1 power R1 into set P2 power R2 etc. set Pn power Rn into set cross ഇതാണ് എഴുതിക്കണത്. സോ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിളോടുകൂടി പറയാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പിൻ്റെ ഓർഡർ, ലെറ്റ് ഓർഡർ ഓഫ് G ഈക്വൽ ടു 8 എടുത്തു. ഓക്കെ, 8-നെ എങ്ങനെ എഴുതാം? 2 ക്യൂബ് എഴുതാം. ചോദിക്കണം അപ്പോൾ 8 ഓർഡറുള്ള അബീലിയൻ ഗ്രൂപ്പ്സ് എങ്ങനെ ഇരിക്കുന്നതാണ്. നോൺ അബീലിയനെ കുറിച്ച് ഒന്നും തന്നെ ഇവിടെ സംസാരിക്കാൻ പറ്റില്ല. അബീലിയൻ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പറയുകയാണ്. അപ്പോൾ ഒന്നെങ്കിൽ അയാൾ സെറ്റ് 2 ക്യൂബ് ആയിട്ടിരിക്കും, എന്ന് വെച്ചാൽ സെറ്റ് 8 ആയിരിക്കും. അല്ലെങ്കിൽ സെറ്റ് 2 സ്ക്വയർ ക്രോസ് സെറ്റ് 2 ആയിരിക്കും, എന്ന് വെച്ചാൽ ആരാ? സെറ്റ് 4 ക്രോസ് സെറ്റ് 2 ആയിരിക്കും. അല്ലെങ്കിൽ അയാൾ സെറ്റ് 2 ക്രോസ് സെറ്റ് 2 ആയിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? സെറ്റ് 2 ക്രോസ് സെറ്റ് 2, സെറ്റ് 2 സ്ക്വയർ ക്രോസ് സെറ്റ് 2, സെറ്റ് 8. ഇത് മൂന്നും ഒന്നാണോ? ശ്രദ്ധിക്കുക. സെറ്റ് 2 ക്രോസ് സെറ്റ് 2-ലെ എല്ലാ എലമെൻറ്റിൻ്റെയും ഓർഡർ എന്തായിരിക്കും? ഉറപ്പായിട്ടും A,B,C എലമെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ എയുടെ ഓർഡർ എന്താ വരിക? 2 എലമെൻറ്റേ ഉള്ളൂ അല്ലേ? 2 എലമെൻറ്റേ ഉള്ളൂ വെച്ചാൽ എന്താ ഉണ്ടാവും? ഓട്ടോമാറ്റിക്കലി ഓർഡർ 2 ആയിരിക്കും വരിക. ഒന്നെങ്കിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓർഡർ 1, അല്ലാത്ത എലമെൻറ്റ് ഓർഡർ 2. സോ മാക്സിമം ഓർഡർ 2 ആണ്. മീൻസ് എല്ലാ എലമെൻറ്റിൻ്റെയും ഓർഡർ LCM എടുക്കുമ്പോൾ എന്താ കിട്ടുക? 2 തന്നെയാണ് കിട്ടാൻ പോണത് അല്ലേ? പക്ഷേ ഈ ഗ്രൂപ്പിലോ ഇതെന്ന് പറയുന്നത് സെറ്റ് 4 ക്രോസ് സെറ്റ് 2 ആണ് അല്ലേ? അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു ആൾ 4 ഓർഡറുള്ള ഒരാൾ 2 ഓർഡറുള്ള ആളും എടുത്തു കഴിഞ്ഞാൽ അയാളുടെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 4 ഓർഡറുള്ള ആളാണ്. ദാറ്റ് മീൻസ് അപ്പോൾ സെറ്റ് 4 ക്രോസ് സെറ്റ് 2 എന്ന് പറയുന്നത് ആരല്ല എക്സാക്ട്ലി? സെറ്റ് 2 ക്രോസ് സെറ്റ് 2 അല്ല. കാരണം നിങ്ങൾക്ക് ഡിഫറൻറ്റ് ഓർഡറുള്ള ഒരു എലമെൻറ്റിനെ ഇവിടെ കാണാൻ പറ്റി, Z4 ക്രോസ് സെറ്റ് 2-ൽ കാണാൻ പറ്റി അല്ലേ? ഐസോമോർഫിക് ആണെന്ന് പറഞ്ഞാൽ അർത്ഥം എലമെൻറ്റുകളുടെ സ്ട്രക്ചർ പ്രകാരം അവർ ഒരേപോലെ ഇരിക്കുന്നു എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് അപ്പോൾ ഓർഡർ ഡിഫറൻസും വരാൻ പാടില്ല. ഓക്കെ, Z8-ൽ എന്തുണ്ടാവണേ? Z8 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഓൾറെഡി 8 ഓർഡറുള്ള ഒരു എലമെൻറ്റ് എവിടെ ഉണ്ട്? Z8-ലുണ്ട് അല്ലേ? മാത്രമല്ല ഇത് സൈക്ലിക് ഗ്രൂപ്പാണ്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും Z2 ക്രോസ് സെറ്റ് 2 സൈക്ലിക് അല്ല, Z4 ക്രോസ് സെറ്റ് 2 സൈക്ലിക് അല്ല എന്ന് കാണാൻ പറ്റും. കാരണം 8 ഓർഡറുള്ള
ഗ്രൂപ്പാണ്, പക്ഷേ 8 ഓർഡറുള്ള എലമെൻറ്റ് ആ 2 ആൾക്കാരിലും ഇല്ല. ദാറ്റ് മീൻസ് അവർ രണ്ടുപേരും അതല്ല, സൈക്ലിക് അല്ല. സോ സ്ട്രക്ചർ വെച്ചിട്ട് തന്നെ പറയാം, സൈക്ലിക് അല്ലാത്തതുകൊണ്ട് അവർ Z8 എന്താവില്ല, ഐസോമോർഫിക് ആവില്ല. സോ ഇവിടെ കണ്ട 3 ഗ്രൂപ്പിൻ്റെയും പ്രത്യേകത 3 ഡിഫറൻ്റ് ആണ് അല്ലേ. നമ്മൾ പറയുന്നത് 8 ഓർഡറുള്ള ഈ 3 ഡിഫറൻറ്റ് ഗ്രൂപ്പ് മാത്രമേ അബീലിയനായിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എഴുതിയത് ആരുടെ ഹെൽപ്പോട് കൂടിയാണ്? 2^3 എങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കിയത് അല്ലേ. ഈ 2^3 2^3 തന്നെ എഴുതാം, 2^2 + 2 എന്നുള്ള രീതിയിൽ എഴുതാം അല്ലേ. ദാറ്റ് മീൻസ് 2² × 2 എന്നുള്ള രീതിയിൽ എഴുതാം. അടുത്തത് 2^1 + 1 + 1 എഴുതാം. ദാറ്റ് മീൻസ് 2 × 2 × 2 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് മീൻസ് മുകളിൽ വരുന്ന പാർട്ടീഷൻ അനുസരിച്ചാണ്, മുകളിൽ വരുന്ന പവറിൻ്റെ പാർട്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് എഴുതാൻ പറ്റുക. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം നമുക്കപ്പോൾ. 12 ആണ് ഓർഡർ എന്ന് വെച്ചാൽ എങ്ങനെ എഴുതാൻ പറ്റുക അതിനെ 2² × 3 എന്ന് എഴുതാം അല്ലേ. 2² × 3 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്തായിരിക്കും അത് Z4 × Z3 ആണ്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ZMN × Zn എന്ന് പറയുന്നത് GCD 1 ആയിക്കഴിഞ്ഞാൽ ആരായിരിക്കും? ഐസോമോർഫിക് ടു ZMN ആയിരിക്കും. എന്നുവെച്ചാൽ ഐസോമോർഫിക് ടു ആരെന്നെയാണ്? Z12 തന്നെയാണ്. അടുത്തെന്താ, ഈ 4നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ. എങ്ങനെ? Z2 × Z2 × Z3 എഴുതാം. ഓക്കെ, രണ്ട് തരത്തിലാണ് എഴുതാൻ പറ്റുക, Z12 ആയിട്ടും Z2 × Z2 × Z3 ആയിട്ടും. സോ ഒരു ഏകദേശ പിക്ചർ കിട്ടിയെന്ന് തോന്നുന്നു നമുക്ക്. ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ശ്രദ്ധിക്കുക. 360. അപ്പോൾ ആദ്യം എന്തെഴുതുക? തന്നിരിക്കുന്ന എലമെൻറ്റിനെ പ്രൈമുകളുടെ പ്രൊഡക്റ്റായിട്ട് ആദ്യം എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ എങ്ങനെ എഴുതുക? 360 എന്ന് പറയുന്നത് 2ൻ്റെ എത്ര പവർ വരുന്നത്? 2³ × 360 എഴുതാൻ പറ്റുന്നത് 2³ × 3² × 5 എന്നാണ് എഴുതാൻ പറ്റുക. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എഴുതിയിട്ടുള്ളത്. ഒന്ന് Z2 × Z2 × Z2 × Zm × Zm × Z5. അടുത്തതിൽ ഈ 2 രണ്ടും ഒരുമിച്ചാക്കി Z2 × Z4 × Zm × Zm × Z5. അടുത്തതിൽ Z2 × Z2 × Z2 × Z3 × Z3 ഒരുമിച്ചാക്കി Z9 ആക്കി Z9 × Z5. അടുത്തതിൽ Z2 × Z4 × Z9 × Z5 എക്സെട്ര ആ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ 2³ മേലുള്ള ക്യൂബിനെ 3നെ എങ്ങനെയൊക്കെ പാർട്ടിഷൻ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ചെയ്യുക. 3യുടെ മേലുള്ള സ്ക്വയറിനെ എങ്ങനെയൊക്കെ പാർട്ടിഷൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യുക. 5ൻ്റെ പവറിൻ്റെ മുകളിലേക്ക് എങ്ങനെ പാർട്ടിഷൻ ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്യുക. ആ നമ്പർ ഓഫ് പാർട്ടിഷൻസിൻ്റെ 3ൻ്റെയും കൂടി പ്രൊഡക്റ്റാണ് ടോട്ടൽ നമ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയാൻ പോകും. ഓക്കെ, ഡീകമ്പോസബിൾ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഈ ഒരു തിയറം കൂടി മനസ്സിലുണ്ടാക്കി വെക്കുക. ഇഫ് M divides the order of a finite group G, then G has a subgroup of order M. നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നത് ലഗ്രാഞ്ചസ് തിയറം അല്ലേ. ഗ്രൂപ്പിൻ്റെ ഓർഡറിനെ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരിച്ച് കോൺവേഴ്സ് ട്രൂ ആവണമെന്നില്ല നമ്മൾ പറഞ്ഞു. പക്ഷേ ആ കോൺവേഴ്സ് എവിടെ ട്രൂ ആണെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബീലിയൻ ഗ്രൂപ്പ്സിൽ കോൺവേഴ്സ് ട്രൂ ആണ്. M എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓർഡർ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ M ഓർഡറിലുള്ള സബ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അബീലിയനിൽ മാത്രമേ ലഗ്രാഞ്ചസ് തിയറത്തിൻ്റെ കോൺവേഴ്സ് ട്രൂ ആവുള്ളൂ. എവിടെ ട്രൂ ആവില്ല? അതൊരു നോൺ അബീലിയൻ ഗ്രൂപ്പ് ആവുന്നെങ്കിൽ ട്രൂ ആവില്ല. നമ്മൾ പറഞ്ഞു A4 എന്താവില്ല, അത് ട്രൂ ആവില്ല. നമ്മൾ പറയുകയും ചെയ്തു, കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി കാര്യങ്ങൾ പറഞ്ഞതാണ് ഇവിടെ. വേറൊരു രണ്ട് എക്സാമ്പിൾ കൂടി ഇങ്ങനെ അപ് ടു അബീലിയൻ ഗ്രൂപ്പ്സ് കാണാം. ഇപ്പം ഓർഡർ 16 ആണെങ്കിൽ 16 എങ്ങനെ എഴുതാൻ പറ്റുക? 2×4 എന്ന് എഴുതാം അല്ലേ. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആരാ Z2⁴, അതായത് Z16 ഐസോമോർഫിക് ടു Z16, അല്ലെങ്കിൽ Z2³ × Z2 എന്ന് വെച്ചാൽ ആരാ ഐസോമോർഫിക് ടു ആരാ Z8 × Z2. ഇവിടെ 18 2നെ 16 ആക്കാൻ മാറ്റാൻ പറ്റില്ല. കാരണം എന്താ? GCD 18 2ൻ്റെ എത്രയല്ല, 1 അല്ല 2 ആണ്. ഓക്കെ, പിന്നെ എത്ര എഴുതാൻ പറ്റുക? Z4 × Z2 × Z2, Z4 ×
സെറ്റ് 4, സെറ്റ് 2 ക്രോസ് സെറ്റ് 2 ക്രോസ് സെറ്റ് 2. ഓക്കെ, നമ്മൾ എത്ര തരത്തിൽ എഴുതിയെന്ന് ശ്രദ്ധിക്കുക. 2ൻ്റെ മേലെയുള്ള പവർ 4 ആണ്. ആ 4നെ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും ആ രീതിയിലൊക്കെ എഴുതി അല്ലേ. 4നെ എങ്ങനെ എഴുതാൻ പറ്റുമായിരുന്നു? 4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 3+1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2+2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2+1+1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1+1+1+1 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ 5 പാർട്ടീഷൻ ഉണ്ട് അതിന്. അപ്പോൾ 5 തരത്തിലാണ് 2ൻ്റെ പവറാക്കി എഴുതിയത് അല്ലേ. ഇനി തിരിച്ച് ഇങ്ങനെയല്ല വരുന്നത്. തന്നിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ ഓർഡർ സം 2² × 3² × 5² ആണെങ്കിൽ എന്ന് വെച്ചാൽ എത്രയാണ്? 4 3 4 9 36 36 25. ഇങ്ങനെയാണ് എഴുതണമെന്ന് വെച്ചാൽ ഈ 2ന് എത്ര പാർട്ടീഷൻ ഉണ്ട്? 2. 2ന് എത്ര പാർട്ടീഷൻ ഉണ്ട്? 2. ഈ 2ന് എത്ര പാർട്ടീഷൻ ഉണ്ട്? 2. സോ ടോട്ടൽ എത്ര ആൾക്കാരുണ്ടാവും? 8 ആൾക്കാർ എക്സ്പ്രസ് ചെയ്ത് എഴുതുമ്പോൾ ഉണ്ടാവും. ഓക്കെ, സോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതി എന്താ? നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? ആ മേലെയുള്ള പാർട്ടീഷൻ്റെ എത്ര ഉണ്ടോ അതിൻ്റെ എല്ലാം കൂടിയുള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ് വരാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് പരീക്ഷയ്ക്കൊന്നും വരാൻ പോകുന്നില്ല. ഇത് ഔട്ട് ഓഫ് സിലബസ് ഇതാണ്. അത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് വരില്ല. പക്ഷേ ഭാവിയിൽ വേറെ എന്തെങ്കിലും എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ ഈ ഒരു ടെക്നിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യം വരും. ഓക്കെ, സോ ജസ്റ്റ് ചാപ്റ്റർ 11 ജസ്റ്റ് ഒന്ന് ഗ്ലിംസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അതിൽ മേജറായിട്ടുള്ള പ്രൂഫ് ഒന്നും അറിഞ്ഞിരിക്കണമെന്നില്ല. ജസ്റ്റ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എങ്കിലും ഒന്ന് മനസ്സിൽ അത്യാവശ്യമുള്ളവർ എടുത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി ചാപ്റ്റർ 12 ഇനി ഹോമോമോർഫിസത്തിൻ്റെ സെക്ഷൻ്റെ ചാപ്റ്ററാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോണത്. അത് ചാപ്റ്റർ നമ്പർ 13 ആണ് വരാൻ പോകുന്നത്. സോ ഇതുവരെയുള്ള സെക്ഷൻസ് എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിലെങ്കിലും ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക.